മക്കളെ റൊട്ടേഷണൽ മോഷനിൽ റോളിംഗ് മോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്. ഒരു ഇൻക്ലൈൻ പ്ലെയിനിന്റെ മുകളിൽ നിന്ന് ഒരു ബോഡി റോൾ ചെയ്തുകൊണ്ട് താഴോട്ട് വന്നാൽ അതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും എന്നുള്ള ക്വസ്റ്റനാണ്. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആൻ ഇൻക്ലൈൻ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. എന്നിട്ട് സോളിഡ് സ്ഫിയർ റോളിംഗ് ഡൗൺ ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഫ്രം റെസ്റ്റ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഹാസ് എ ലീനിയർ ആക്സിലറേഷൻ ഈക്വൽ ടു. ആക്സിലറേഷൻ എത്രയാണെന്നാ ചോദിച്ചത്. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്. ഇൻക്ലൈൻ പ്ലെയിനിന്റെ ഈ ഇൻക്ലിനേഷൻ തീറ്റ ആണെങ്കിൽ ഒരു ബോഡി മുകളിൽ നിന്നും സ്ലൈഡ് ചെയ്ത് വരരുത്, റോൾ ചെയ്ത് വരണം, അതായത് ഉരുണ്ടുരുണ്ട് താഴോട്ട് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇതിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. നോക്കിക്കോ, ഒരു റിംഗ് ഉണ്ടെന്ന് വിചാരിക്ക്. റിംഗ് ഉണ്ടെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ 1 ആണ് വരിക. ഒരു ഡിസ്ക് ഉണ്ടെങ്കിൽ അതിന്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ 1/2 ആണ്. ഒരു ഹോളോസ്ഫിയർ ഉണ്ടെങ്കിൽ അത് 2/3 ആണ്. ഒരു സോളിഡ് സ്ഫിയർ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 2/5 ആണ്. ഈ വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ആക്സിലറേഷൻ ജി സൈൻ 30 അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 2/5 ആണ്. സോളിഡ് സ്ഫിയർ ആ ക്വസ്റ്റ്യനിൽ തന്ന, അതുകൊണ്ട് 2/5. ജി ഇൻറ്റു സൈൻ തീറ്റ 1/2 ആണ്. അപ്പൊ മുകളിൽ g/2, താഴെയോ 1 പ്ലസ് 2/5 7/5. അപ്പൊ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 5g/14. ഇതായിരിക്കും ആൻസർ വരിക. 5g/14. ഓപ്ഷൻസിൽ നോക്ക് നിങ്ങൾ, ദാ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ കിട്ടുക.